250 വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ച ഒരു ആചാരം. പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു യാത്ര. പോരുന്നോ എന്ന ചോദ്യത്തിന് എങ്ങോട്ടാ എന്ന് പോലും ചോദിക്കാതെ ഇറങ്ങിയവരാണ്. വാരണാസിയിലെ ഗംഗാ ആരതിക്ക് സമാനമായി നടക്കുന്ന ഭാരതപ്പുഴയിലെ നില ആരതി. ഇത്രയും ജനങ്ങൾ ഇരുന്ന് കാണുന്നത് ഒരേ ഒരു കാര്യം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇനി ഇങ്ങനെ ഒരു കാഴ്ച കാണണമെങ്കിൽ വാരണാസി വരെയെങ്കിലും പോകേണ്ടി വരും. ഏകദേശം 4 മണിയോടെയാണ് ഇവിടെ എത്തിയത്. പോകുന്ന വഴിയിൽ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് തോന്നി തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ന്യൂസ് വാല്യൂ കുറവ് എന്നത്. ഇത്രയും ആളുകൾക്കിടയിൽ നിന്ന് ഒരേ ഒരാളെയാണ് പരിചയപ്പെട്ടത്. ഇവന്റെ പേരാണ് ദേവൻ. ഇവനുണ്ടായതുകൊണ്ട് തന്നെ സമയം പോയത് അവസാന ദിവസമായതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടത്. കേരളത്തിലെ കുംഭമേള മനോഹരമാക്കാൻ മലപ്പുറത്തുകാരുടെ സഹായം ചെറുതല്ലെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ വരേണ്ടി വന്നു. മാഘമാസം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി വരുന്നു. ഇത് ആത്മീയ ശുദ്ധീകരണത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഏറ്റവും ഉത്തമമായ സമയമായി കണക്കാക്കപ്പെടുന്നു. ഈ മാസം ചെയ്യുന്ന സത്പ്രവർത്തികൾക്ക് ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. വ്രതങ്ങൾ, ദാനം, പുണ്യസ്നാനം എന്നിവയിലൂടെ പാപങ്ങൾ കഴുകി കളയാനാകും. ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നേടാനും മാഘമാസം സഹായിക്കുമെന്നും വിശ്വാസമുണ്ട്.